ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നുമേരിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മതമർദ്ദന കാലത്ത് ഈ ഭൂഗർഭാലയത്തിൽ പ്രാർത്ഥിക്കാൻ കയറിയ ആ സമുദായത്തെ മുഴുവൻ കൊന്നുകളയുന്നുണ്ട്. ക്രിസ്തുവർഷം 283 അത്. അങ്ങനെ ഈ കൊന്നുകളഞ്ഞത് മുഴുവൻ ഈ ഭൂഗർഭാലയത്തിൻ്റെ വാതിലൊക്കെ അടച്ച് ജനലും എന്ന് വെച്ചാൽ ഈ കിളിവാതിലുകളൊക്കെ അടച്ച് ശ്വാസം മുട്ടിച്ചും ഭക്ഷണം കിട്ടാത്ത തരത്തിലുമാണ്. അങ്ങനെ അവിടെ പ്രാർത്ഥിക്കാൻ ഈ ഭൂഗർഭാലയത്തിൽ പ്രാർത്ഥിക്കാൻ കയറിയ സകല മനുഷ്യരെയും ശ്വാസം മുട്ടിച്ചും ഭക്ഷണം കൊടുക്കാതെയും കൊന്നുകളഞ്ഞു, എല്ലാവരെയും. അങ്ങനെ കൊല്ലപ്പെട്ട ആ സമുദായത്തിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. അതിൽ എല്ലാവരുടെ പേര് നമുക്കറിയില്ല. 2 പേരുടെ പേര് നമുക്കറിയൂ. അതിൽ ഒന്ന് വിശുദ്ധ ദിദോരുസ്. അദ്ദേഹത്തിൻ്റെ തിരുനാളാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. മറ്റൊരാൾ വിശുദ്ധ മരിയാനോസ് ആണ്. അന്ന് കൊല്ലപ്പെട്ട ഒരുപാട് പേര് കൊല്ലപ്പെട്ടു ഈ നുമേരിയൻ ചക്രവർത്തിയുടെ കാലത്ത്. ആ കൊല്ലപ്പെട്ടതിൽ രക്തസാക്ഷി പ്രാർത്ഥിക്കാൻ വേണ്ടി, ക്രിസ്ത്യാനികളെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ് ഭൂഗർഭാലയത്തിൽ. അവിടെ വെച്ച് കൊല്ലപ്പെട്ട 2 പേരിൽ ഒരാളാണ് വിശുദ്ധ ദിദോരുസ്, മറ്റാളാണ് വിശുദ്ധ മരിയാനോസ്. വിശുദ്ധ ദിദോരുസിൻ്റെ തിരുനാളാണ് ഡിസംബർ മാസം 1 തീയതി നമ്മൾ ആഘോഷിക്കുന്നത്. രക്തസാക്ഷികളുടെ ആത്മാവുകൾ എന്ന് വെച്ചാൽ ആളായിത്തീർന്ന ആത്മാവുകൾ ദൈവത്തിൻ്റെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനം തൊട്ട് താഴെ ഇരിക്കുന്നുവെന്നാണ് വെളിപാട് പുസ്തകം 6-ാമത്തെ അധ്യായം 9 മുതൽ വാക്യങ്ങളിൽ. അവർ ദൈവത്തിൽ ചില പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. അവർക്ക് ദൈവം മറുപടി കൊടുക്കുന്നുണ്ട്. ക്രിസ്തുവിന് വേണ്ടി, അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷികളായിട്ട് ജീവിക്കുക, മരിക്കുക, ഇത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വലിയ ഭാഗ്യമാണ്. അങ്ങനെ നമുക്ക് സംഭവിക്കട്ടെ. അങ്ങനെ നമ്മൾ ആളായിത്തീർന്ന നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനം തൊട്ട് താഴെ ഇരിക്കാനും, ദൈവത്തോട് സംസാരിക്കാനും, ദൈവത്തിൻ്റെ മറുപടി കേൾക്കാനും അങ്ങനെയൊക്കെ നമുക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നമുക്ക് വിശുദ്ധരായി ജീവിക്കാൻ, വിശുദ്ധരായി മരിക്കാൻ, വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടാൻ, അതൊക്കെ നമുക്ക് മോഹിക്കാം. അതൊക്കെ ദൈവത്തിൻ്റെ പരിപാലനം നടക്കട്ടെ. എങ്കിലും നമുക്ക് മോഹിക്കാമല്ലോ. നമുക്കങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവ് നിന്റെ സന്നിധിയിലായിരിക്കാൻ, ആ മോഹം പ്രകടിപ്പിക്കാം, ആ മോഹം മനസ്സിൽ ജീവിക്കാൻ ശ്രമിക്കാം. അതൊക്കെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.